പ്രിയരെ, ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി എന്ന കേസിൽ ഒക്ടോബർ മാസത്തിൽ 2 പ്രാവശ്യം കാക്കനാട് കോടതിയിൽ വിചാരണ നടന്നു. 14-നും 29-നും 2 പ്രാവശ്യവും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ പണം കിട്ടിയോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് അതിരൂപതയുടെ 2016 കണക്കുകൾ ഹാജരാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി കോടതിയിൽ ഹാജരാകേണ്ടതില്ലേ എന്നതായിരുന്നു തർക്കം. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇന്നത്തെ സ്ഥാനീയ മെത്രാൻ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിൻ്റെ വികാരി എന്ന നിലയിൽ ബിഷപ്പ് പാംബ്ലാനിയാണ് കോടതിയിൽ ഭൂമി കച്ചവടത്തിൽ അതിരൂപതയ്ക്ക് എത്ര പണം കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല എന്നതിൻ്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കേണ്ടത്. എന്നാൽ അനേക തവണകളായി ബിഷപ്പ് പാംബ്ലാനി കോടതിയിൽ ഹാജരാകുന്നില്ല. ഭൂമി കൊള്ളയുടെ കണക്കുകൾ ഹാജരാക്കുന്നുമില്ല. പലതരം മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് അവധി വാങ്ങുകയാണ് കോടതിയിൽ. ഇക്കഴിഞ്ഞ 29-ാം തീയതി പറഞ്ഞത് പാംബ്ലാനിയുടെ സീനിയർ വക്കീൽ ഏതോ ഒരു പൂന്തോട്ടം അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ 29-ാം തീയതി തന്നെ മറ്റൊരു കേസുള്ളതിനാൽ കാക്കനാട് കോടതിയിൽ എത്തുവാൻ കഴിഞ്ഞില്ല എന്നതായിരുന്നു പകരക്കാരനായി വന്ന വക്കീൽ കോടതിയിൽ പറഞ്ഞത്. എന്തായാലും കാക്കനാട് കോടതി 19/11/2025 കേസ് വീണ്ടും മാറ്റിവെച്ചിരിക്കുന്നു. അന്ന് ഈ തർക്കത്തിൽ കോടതി ഓർഡർ ഇടുന്നതാണ് എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് നാം കാത്തിരിക്കുന്ന ഓർഡർ? 1. കാലങ്ങളായി കോടതിയിൽ ഹാജരാകാതെ കേസ് നീട്ടിക്കൊണ്ടുപോകുന്ന രേഖകൾ ഹാജരാക്കുവാൻ മടി കാണിക്കുന്ന ബിഷപ്പ് പാംബ്ലാനിക്കെതിരെ വാറണ്ട് പുറപ്പെടുവിക്കുന്ന കാര്യം. 2. ഇതിനകം കേസിലെ 2ാം പ്രതി ഫാദർ ജോഷി പുതുവയ്ക്ക് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഫൈനാൻസ് ഓഫീസറായി ചുമതലയുണ്ടായിരുന്ന ഫാദർ ജോസഫ് മാണിക്കത്താൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ള അതിരൂപതയുടെ ഭൂമി വിറ്റ കാലത്തെ കണക്കിൻ്റെ കോപ്പി ഫോം 65 ആയി കണക്കാക്കി കോടതി ഭൂമി വിൽപ്പന സമയത്ത് പണം കിട്ടാത്തതിന് രേഖയായി കണക്കാക്കും. ഇതിൽ ഏത് സംഭവിച്ചാലും കേസ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടക്കുന്നതാണ്. കാരണം പണം കിട്ടിയിട്ടില്ല എന്നതിന് ബാങ്ക് മാനേജർ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു കോടതിയിൽ. 2016 അതിരൂപത ഭൂമി രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ മുഴുവൻ പണവും കിട്ടി ബോധിച്ചു എന്ന് ഫാദർ പുതുവ കാക്കനാട് രജിസ്ട്രാർ മുമ്പാകെ സമ്മതിച്ചതായിട്ടുള്ള അന്നത്തെ രജിസ്ട്രാറുടെ കോടതിയിൽ ഹാജരായിട്ടുള്ള മൊഴി ഇതിനകം കൊടുത്തു കഴിഞ്ഞിട്ടുള്ളത്. അതിനെ തുടർന്ന് ഭൂമി വിറ്റതിൻ്റെ രജിസ്റ്റർ ഓഫീസ് കോപ്പി ഇന്നത്തെ രജിസ്ട്രാർ കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളതുമാണ്, സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇനി എന്താണ് വേണ്ടത്? ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള അതിരൂപത കണക്കുകൾ തിരിച്ചു കിട്ടാനാകാത്ത വിധം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവോ? കാരണം രണ്ടാമതും ഈ 2ാം പ്രതിയായ ജോഷി പുതുവിയൊക്കെ ചാൻസലറായിട്ട്, അതായത് എറണാകുളം അതിരൂപതയുടെ സകലമാന രേഖകളുടെയും അധിപനായിട്ട്, സർവാധികാരിയായിട്ട് പുതുവ 2ാം പ്രതി പുതുവയെ വീണ്ടും അവിടെ നിയമിച്ചിരുന്നുവല്ലോ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അന്നത്തെ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ചെയ്തത് ഇതിനെയെല്ലാം തെളിവുകളെയെല്ലാം നശിപ്പിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കാം. അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകാമായിരിക്കാം. എന്തായാലും നശിപ്പിച്ചെങ്കിൽ നശിപ്പിച്ചു, കണക്കുകൾ കിട്ടാനില്ല എന്ന ഒരു കാര്യമെങ്കിലും ബിഷപ്പ് പാംബ്ലാനി കോടതിയിൽ വന്ന് ഹാജരായി പറയേണ്ടതാണ്. അങ്ങനെ വരുമ്പോഴും കേസിന് അതിൻ്റെ സ്വാഭാവികമായ ഒരു പരിണാമം ഉണ്ടാകും. പ്രിയ സുഹൃത്തുക്കളെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം കേരളത്തിൻ്റെ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ കേന്ദ്രമായ ശബരിമലയുടെ നടത്തിപ്പുകാർ തന്നെ ശബരിമല ശാസ്താവിനെ അടക്കം കൊള്ള ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ കൊള്ള ചെയ്തിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഒരു പരാതിയുമില്ല. NSSO, SNDPയോ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണ ജനത്തിൻ്റേതായ യാതൊരുവിധ വേദനകളും നേതാക്കന്മാർക്ക് ആർക്കുമില്ല. കാരണം ഇവരൊക്കെ കാലങ്ങളായിട്ട് ശബരിമലയെ കൊള്ളയടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ
സീറോ മലബാറിലും സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, പണ്ട് ദീപിക 2 കോടിക്ക് വിറ്റ് 17 കോടിക്ക് തിരിച്ച് മേടിച്ചത്. അതിനുശേഷം അനേകം രൂപതകൾ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പാല, മാനന്തവാടി, ഇങ്ങനെ അനേകം രൂപതകൾ തങ്ങളുടെ എസ്റ്റേറ്റുകളും സ്വത്തുക്കളും ഒക്കെ വിറ്റ് പല കടങ്ങളും വരുത്തി കൂട്ടുക, ബാങ്ക് ലോൺ എടുത്ത് പല സതുദ്ദേശവും വലിയ വലിയ ഉന്നത ലക്ഷ്യങ്ങളോടുകൂടി ആശുപത്രി പണിയുക, അനാഥാലയം നടത്തുക, പിന്നെ പള്ളി പണിയുക, ഇതിനെല്ലാം വമ്പിച്ച കടക്കണിയിലാക്കുക. വിശ്വാസികൾ അതെല്ലാം തലയിലേറ്റി പരിഹരിക്കുക. ഇപ്പോൾ പാലായിലെ മെഡിസിറ്റി അങ്ങനെ അതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ്. പിരിക്കും തോറും കടം കൂടുന്ന ഒരു പ്രസ്ഥാനം. അപ്പോൾ ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സംഭവിച്ചതെന്താ? അതിൻ്റെ തലവൻ തന്നെ, അതിൻ്റെ പിതാവായിട്ട് സീറോ മലബാർ സഭയുടെ സകലമാന അധികാരങ്ങളും കൈവശമുള്ള, നീതിയോടെ സഭയെയും ആത്മായരെയും നയിക്കേണ്ട പിതാവ് തന്നെ ഭൂമി വിറ്റു, പണമില്ല, അടിച്ചു മാറ്റി. ഇതെങ്ങനെ തെളിയിക്കും? ഇത് തെളിയിക്കാനായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ എല്ലാ സാക്ഷ്യങ്ങളുമുണ്ട്. പക്ഷേ കോടതി ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞങ്ങൾ കോടതിയിൽ ഹാജരാകില്ല. കാരണം എന്താ? ഈ 1-ാം പ്രതി കർദിനാൾ ഗോപ്യമായിട്ടെങ്കിലും കോടതിയിൽ ഹാജരായി, കാക്കനാട് കോടതിയിൽ ഹാജരായി ജാമ്യം എടുത്താണ് ഇപ്പോൾ നടക്കുന്നത്. അതാദ്യം മനസ്സിലാക്കുക. 2-ാം പ്രതി പുതുവയും പിന്നെ സാജു വർഗീസ് ബ്രോക്കർ, ഇവരൊക്കെ ജാമ്യത്തിലാണ് നടക്കുന്നത്. പക്ഷേ ഈ കേസിനെ അവസാനിപ്പിക്കുവാൻ അവർ സമ്മതിക്കില്ല. 2017 ഈ കേസ് ആദ്യമായിട്ട് കാക്കനാട് കോടതിയിൽ ഫയൽ ചെയ്തപ്പോൾ തന്നെ അന്ന് തുടങ്ങിയതാണ്. ഈ കേസ് ഫയലിൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞായിരുന്നു അന്നത്തെ കർദിനാൾ ആലഞ്ചേരിയുടെ വാദം. പിന്നീട് അത് കോടതി 1 വർഷത്തോളം ഫയലിൽ സ്വീകരിക്കാതെ പ്രതിവാദങ്ങൾ കേട്ട് ഇതിൽ ഗുരുതരമായ ക്രിമിനൽ കേസ് ചാർജ് ചെയ്യാനുള്ള വിശ്വാസവഞ്ചനയും പണാപഹരണവും ക്രിമിനൽ ഗൂഢാലോചന പോലെയുള്ള കാര്യങ്ങൾ, വകുപ്പുകൾ പെടുന്ന ഒരു കുറ്റകൃത്യമാണ് നടന്നിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് 2018 കേസ് ഫയലിൽ സ്വീകരിച്ചത്. പിന്നീട് ഫയലിൽ സ്വീകരിച്ച കേസിനെ അത് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ പോയി. 15/3/2023 സുപ്രീം കോടതി കർദിനാളിനോട് ചെവിക്ക് പിടിച്ച് ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ നിയമങ്ങൾക്കനുസരിച്ച് കോടതിയിൽ ഹാജരായി തനിക്ക് തൻ്റെ നിരപരാധിത്വം കോടതിയിൽ ബോധിപ്പിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കാക്കനാട് കോടതിയിൽ ഹാജരായി ജാമ്യത്തിനാണ് ഇപ്പോൾ കർദിനാൾ നടക്കുന്നത്. മനസ്സിലായോ? അപ്പോഴാണ് എന്തുകൊണ്ട് ഇവിടെ ഒരു ചോദ്യം വരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് അതിൻ്റെ താല്പര്യങ്ങൾ പേറുന്ന ഒരു ഇടയനില്ല, ഒരു മെത്രാനില്ല. നേരത്തെ ഈ കേസ് രംഗത്ത് വന്നപ്പോൾ ആൻ്റണി കരിയിൽ എന്ന പിതാവ്, എറണാകുളത്തിൻ്റെ സ്വന്തം രക്തം, അദ്ദേഹം അതിരൂപതയെ അതിൻ്റെ പ്രശ്നങ്ങളിൽ സമർത്ഥമായി സമന്വയത്തോടെ നയിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ രാത്രിക്ക് രാത്രി പുറത്താക്കി കർദിനാൾ എറണാകുളം അരമനയിൽ അതിക്രമിച്ച് കയറി, രാഷ്ട്രീയത്തിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ സഹായത്തോടെ. അന്നത്തെ സഹായ മെത്രാന്മാരെയൊക്കെ അവിടുന്ന് നാടുകടത്തി. അങ്ങനെ ഒരു കയ്യേറ്റം, അതിക്രമം, അധിനിവേശം നടത്തി എറണാകുളം അതിരൂപതയിൽ നിന്നും ഇപ്പോൾ അതിൻ്റെ കേന്ദ്രം കാക്കനാട്ടിക്ക് മാറി അവിടെ കുടിയിരിക്കുകയാണ്. റിട്ടയർ ചെയ്ത് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ കർദിനാൾ ആലഞ്ചേരിയെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നും പുറത്താക്കി. അതോടൊപ്പം റെസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു സംഭവവും കൂടി നടപ്പാക്കണം, പാപപരിഹാരം, കട്ടപ്പണം തിരിച്ചു വയ്ക്കണം എന്നൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉത്തരവിട്ടിരിക്കുന്നതാണ്. അതൊന്നും ഇന്നത്തെ സിനഡ് കൈക്കൊള്ളേണ്ടതില്ല. ആൻ്റണി കരിയിലിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതക്കാരായ ആരെയും മെത്രാനാക്കുകയോ അതിരൂപതയുടെ ചുമതലകൾ ഏൽപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ പാംപ്ലാനി അദ്ദേഹവും ഉരുണ്ട് കളിക്കുകയാണ്. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, പാംപ്ലാനിക്ക് സമയമില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ആദ്യമായിട്ട് പാംപ്ലാനി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരിയായിട്ട്
ചാർജ് എടുത്തിട്ട് എറണാകുളത്ത് വന്ന് കലാപകലുഷിതമായൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം തിരിച്ചു പോയപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ ഇടപെടുകയും അദ്ദേഹം അരമനയിൽ വന്നിട്ട് ഈ അന്നത്തെ ഏറ്റുമുട്ടൽ സംജാതമായ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനൊരു തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ എറണാകുളത്ത് നിന്നും തലശ്ശേരിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടെ പോയാൽ ഇവിടെ വന്നേ പറ്റൂ എന്ന് കളക്ടർ ആവശ്യപ്പെട്ടപ്പോൾ തിരിച്ചു വന്ന് പൂച്ചക്കുട്ടിയെപ്പോലെ കളക്ടറുടെ മുമ്പിൽ വിനയാന്വിതനായിട്ട് കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് വാക്ക് നൽകിയിട്ട് പോയ പാമ്പ്ലാനിയാണ് പിന്നീട് ഉരുണ്ട് കളിക്കുന്നത്. കോടതിയിൽ നീതിമാനായ മുൻ തപാതലവൻ ആലഞ്ചേരിക്ക് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം നീതിമാനാണെങ്കിൽ സത്യം തെളിയിക്ക്, കോടതിയിൽ പോയി ഉള്ള കാര്യം പറഞ്ഞാൽ പ്രശ്നം തീർക്ക്. എറണാകുളത്ത് കേസ് കൊടുത്തിട്ടുള്ള ജോഷി വർഗീസോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ അവന്മാർ ദുരുദ്ദേശപരമായിട്ട് കേസ് കൊടുത്തിരിക്കുന്നതാണെന്ന് തെളിയിക്ക്. അപ്പോൾ അതല്ല, എന്താ പറയുക, കട്ടവന് അറിയാം അതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ, അതുകൊണ്ട് ഒളിച്ച് കളിക്കുകയാണ്. പ്രിയരെ, ഇവിടെ സമവായം എന്നൊക്കെ പറഞ്ഞ എറണാകുളത്തെ സിനഡും എറണാകുളം അങ്കമാലി അതിരൂപതയുമായിട്ടുള്ള അതിൻ്റെ മുന്നേറ്റങ്ങളുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടലുകൾ ഒരു തരം സമന്വയത്തിലൂടെ ശാന്തതയിലൂടെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴും പ്രധാനപ്പെട്ട അടിസ്ഥാന വിഷയം നമ്മൾ മറന്നുപോയിരിക്കുന്നു, റെസ്റ്റിറ്റ്യൂഷൻ. ഈ കേസ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ കേസ്. ഈ റെസ്റ്റിറ്റ്യൂഷൻ നടപ്പിൽ വരുത്തണമെങ്കിൽ ആദ്യം ഈ മുൻ കർദിനാൾ ആലഞ്ചേരി അന്യായം ചെയ്തിരിക്കുന്നു, കട്ടിരിക്കുന്നു, സഭയുടെ സ്വത്തുക്കൾ വിറ്റിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഇനി ഏതാനും ചുവടുകളേ ഉള്ളൂ. അത് എത്രമാത്രം നീട്ടിക്കൊണ്ടു പോകാം എന്നുള്ള ഒരു റിസർച്ചിലാണ് പാമ്പ്ലാനിയും സംഘവും. അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ കളിക്കുന്ന ഇന്നത്തെ സഭാതലവൻ തട്ടിലും ഒന്നാം പ്രതി കർദിനാൾ ആലഞ്ചേരിയും. അപ്പോൾ ഇവിടെ വിശ്വാസികളോ അല്ലെങ്കിൽ വിശ്വാസികളുടെ കൂട്ടായ്മകളോ ഒരിക്കൽ കൂടി ഉണർത്തെണീക്കേണ്ടിയിരിക്കുന്നു. സിനഡിൽ നിന്നോ എത്രയോ സിനഡ് കൂടി ഈ സിനഡിൽ നിന്നും ഒരിക്കൽ പോലും, കാരണം ഇവരെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കരിപുരണ്ട മനുഷ്യരാണ്, മെത്രാന്മാരാണ്, വിശ്വാസികളെ നിത്യവും വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് തങ്ങളുടെ മേലാളനായിരുന്ന ഒരു വലിയ പിതാവ് കള്ളനായി കോടതിയിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ തങ്ങളുടെ നേരെ ഉയർന്നു വരുന്ന കേസുകൾക്ക് കണക്കുണ്ടാകുകയില്ല എന്ന് മെത്രാന്മാർക്കറിയാം. അതിനാൽ ഈ സത്യത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായുള്ള ജോഷി വർഗീസ് വേഴ്സസ് കാർഡിനൽ ജോർജ് ആലഞ്ചേരി എന്ന കേസിനെ പരമാവധി വൈകിപ്പിക്കുക. ഒരിക്കൽ പോലും ഈ കേസിനെ തേച്ചുമാച്ച് കളയാൻ പറ്റുകയില്ല, കാരണം സുപ്രീം കോടതി വരെ പോയിട്ട് അതിന് കഴിഞ്ഞില്ല. അപ്പോൾ പ്രിയരെ, നാം ഇവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് വേണ്ടി മാത്രമല്ല, സീറോ മലബാർ സഭ എന്ന സഭയുടെ നേതൃത്വം ഒരു ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന യോഗ്യതകളുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് തെളിയിക്കണമെങ്കിൽ അതിന് കുറച്ച് നേർമയുള്ള ക്രിസ്തീയ കാഴ്ചപ്പാടുകളുള്ള മനുഷ്യർ ഉയർന്നു നിന്ന് മാർപ്പാപ്പ തീരുമാനിച്ച തീരുമാനങ്ങൾ നടപ്പിലാക്കണം. അതിലൊന്നു മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്, കർദിനാളിൻ്റെ പുറത്താക്കൽ. പിന്നീട് അതിനോട് ചേർന്നുള്ള റെസ്റ്റിറ്റ്യൂഷൻ, അതിനുവേണ്ടി ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആയതിനാൽ നമുക്ക് ഒരിക്കൽ കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മാത്രമല്ല സീറോ മലബാർ സഭയിൽ ആകമാനം നടന്നു വരുന്ന ഈ അപഭ്രംശം, പാഷണ്ഡത, മെത്രാന്മാരുടെ കൊള്ള, വിശ്വാസം തന്നെ ഇല്ലാതായിരിക്കുന്ന ഈ അവസ്ഥയെ മറികടക്കുന്നതിന് വേണ്ടി നമുക്ക് പോരാടേണ്ടതുണ്ട്. കേസ് ഇനിയും മുമ്പോട്ട് പോവുകയാണ്. അടുത്ത തീയതി 19-ാം തീയതിയാണ് നവംബർ. അപ്പോൾ കേസിൻ്റെ സ്വാഭാവികമായ പരിണാമത്തിനായി കാത്തിരിക്കുക. അതോടൊപ്പം ഈ പോരാട്ടത്തിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും പിന്തുണയും പ്രതീക്ഷിക്കുന്നു. ഒന്നോർക്കുക, ഉറകെട്ട ഉപ്പുകളാണ് നമ്മെ നയിക്കുന്നത്. ഇതിനെ ഉറ കൂട്ടണമെങ്കിൽ പുതിയ വിശ്വാസവും പുതിയ പോരാട്ടവും നാം ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.